ഒരു മിനിറ്റ്. ഇന്ത്യയുടെ ആദ്യ വനിതാ എഞ്ചിനീയറുടെ കഥ നിങ്ങൾക്ക് അറിയാവോ? വാ, ഞാൻ പറഞ്ഞുതരാം. 1930കളിലെ ഇന്ത്യ. സ്ത്രീകൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പോലും അനുമതി കുറവായിരുന്ന കാലം. തമിഴ്നാട്ടിലെ മദ്രാസിൽ നിന്നുള്ള ഒരു പെൺകുട്ടി അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിയുകയും 18 വയസ്സിൽ ഒരു കുഞ്ഞിന്റെ അമ്മ ആവുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവും മരിച്ചു. അവളുടെ ജീവിതം ഇനി വീടിന്റെ ഉള്ളിൽ തന്നെയെന്ന് കരുതിയവർക്ക് മുന്നിൽ അവൾ ഒരു തീരുമാനമെടുത്തു. തുടർന്ന് പഠിക്കണം, ഒരു എഞ്ചിനീയർ ആവണം. അങ്ങനെ മദ്രാസിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷനും ലഭിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദം ആൺകുട്ടികൾ മാത്രം നേടിയിരുന്ന കാലമായിരുന്നു അത്. അങ്ങനെ 100 കണക്കിന് ആൺകുട്ടികളുടെ ഇടയിൽ ഒരേ ഒരു പെൺകുട്ടിയായി അവൾ പഠനം പൂർത്തിയാക്കി. 1944 അവൾ ഇന്ത്യയുടെ ആദ്യ വനിതാ എഞ്ചിനീയറായി. എഞ്ചിനീയറിംഗിൽ സ്ത്രീകൾക്കും അവസരം ലഭിക്കുമെന്നതിന് അവൾ ഒരു മാതൃകയായി മാറി. പക്ഷേ അവളുടെ യാത്ര അവിടെ അവസാനിച്ചില്ല. ഇന്ത്യയുടെ പല എഞ്ചിനീയറിംഗ് പദ്ധതികളിലും അവൾ ജോലി ചെയ്തു. ഇന്ത്യയുടെ അഭിമാനമായ ബക്രാനങ്കൽ ഡാമിന്റെ നിർമ്മാണത്തിന് പിന്നിലും അവൾ പ്രവർത്തിച്ചു. അങ്ങനെ അവൾ തന്റെ കഴിവുകൊണ്ട് വരും തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി. പിന്നീട് 1000 കണക്കിന് പെൺകുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനവുമായി. ആ ധൈര്യവതിയും വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയമില്ലാത്ത ഇന്ത്യയുടെ ആദ്യ വനിതാ എഞ്ചിനീയറാണ് ഈ ലളിത. വലിയ ഉയരങ്ങളിൽ എത്താനുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കൂ. അടുത്ത കഥയ്ക്കായി ഫോളോ ചെയ്യൂ.